ഹലോ ഗൈസ്, പുതുവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാക്സ് ബ്രോൻ്റെ ബർത്ത്ഡേ ആണ്. അതായത് എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. സോ നമ്മൾ പണി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയി അവന് സർപ്രൈസൊക്കെ കൊടുത്തു ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കാന്നുള്ള സെറ്റപ്പാണ് ആലോചിച്ച് വെച്ചിരിക്കുന്നത്. സോ എന്തായാലും മമ്മി കേക്ക് മേടിച്ച് സർപ്രൈസ് കൊടുക്കാന്നുള്ള തീരുമാനത്തിലാണ്. അതുകൊണ്ട് കേക്ക് മേടിക്കുന്നില്ല, നമുക്ക് അവൻ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കാം. അപ്പോൾ പോണ വഴി അങ്കമാലി സുഡിയോന്ന് പറ്റുവാണെങ്കിൽ അവനൊരു ഷർട്ടോ എന്തെങ്കിലും നോക്കി എടുക്കാന്നുള്ള തീരുമാനിച്ചിട്ടാണ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളെ വരുന്ന വഴി കണ്ടോ, എന്തൊരു കാര്യം പിരിച്ചാൽ നിൽക്കണേന്നറിയാം. ഇതെപ്പോഴും പൊട്ടി വീഴാന്ന് പറയാൻ പറ്റില്ല. എന്താവും മഴ എങ്ങനെ പൊട്ടി വീണേന്ന് കാണിച്ചു തരട്ടെ പറ്റുവാണെങ്കിൽ. ഗൈസ് പറഞ്ഞ് തീർന്നില്ല, അപ്പോഴത്തേക്കും നോക്കി എന്തൊരു കാറ്റ് മഴയാണ്, സീൻ കാറ്റ്. ഗൈസ് ഇവിടെ ഞാൻ വൈപ്പർ കുറച്ച് കാണിച്ചു തരാം. കണ്ടോ എന്ത് സീനും കാറ്റാണ് ഗൈസ്. കാറ്റാണ്, മഴയെക്കാട്ടും ശക്തിയായിട്ട് കാറ്റ് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ് കാറ്റിൻ്റെ ശക്തി കുറച്ചുകൂടി കൂടി ഗൈസ്. അങ്ങടെ ആനങ്ങടെ അടിക്കുകയാണ് ഗൈസ്. പാൻ്റെ മോനെ, അവിടൊക്കെ കാറ്റ് വീശുന്നുണ്ട്, സീൻ ഗൈസ്. അപ്പം നമ്മളങ്ങനെ ആലുവ എത്തിയതിനിപ്പോൾ സീൻ ബ്ലോക്കാണ് ഗൈസ്. പാലത്തിൻ്റെ ഇപ്പുറത്തെ വലിയ ഹൈവേയുടെ ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ തൊട്ട് തന്നെ നല്ല ബ്ലോക്ക് കണ്ടോ. നമുക്ക് ഈ മെട്രോ സ്റ്റേഷൻ പോലും കാണാൻ പറ്റുന്നില്ല. ഫെഡറൽ ബാങ്കിൻ്റെ ആ ഒരു ക്ലോക്ക് മാത്രമേ കാണുന്നുള്ളൂ. മെട്രോ സ്റ്റേഷൻ്റെ അവിടെയാണ് ഗൈസ്. കണ്ടോ SBI എഴുതിയുണ്ട്, അവിടെയാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ. ഇത്രയും ബ്ലോക്കാണ്. അങ്ങനെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ഇനി എന്താ മേടിക്കണേന്ന് നോക്കട്ടെ. അടിപൊളി ടീഷർട്ട് ഷർട്ട് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്, ഏതാന്ന് നോക്കട്ടെ ഗൈസ്. ഗൈസ് അപ്പം നോക്കിയതിനിപ്പോൾ ഈ ഒരു ഷർട്ട് കുറച്ച് അടിപൊളിയായിട്ട് തോന്നി. സോ ബ്ലാക്ക് പാൻറ്റിൻ്റെ കൂടെ ഇട്ട് ഞാൻ നൈസായിട്ടല്ലേ ഗൈസ്. സോ ഇത് അവന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ എനിക്ക് ഇച്ചിരി ടൈറ്റാണ് കണ്ടോ, ഈ സൈഡിലൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ നൈസായിട്ട് ടൈറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് അവന് ഇത് കറക്റ്റായിരിക്കും. അവനൊരു ഓവർ സൈസ്ഡ് ഷർട്ട് ഇട്ട പോലെ അവസ്ഥയിലായിരിക്കും. സോ ഇത് എടുക്കാമെന്ന് വിചാരിച്ചേക്കാണ് ഗൈസ്. സോ എന്തായാലും പോയി പേ ചെയ്തിട്ട് നമുക്കിനി വീട്ടിൽ പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് മേടിച്ച് ഒരു കവറും മേടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം ഗൈസ്, കേക്ക് കിട്ടിയതിന് ശേഷം. നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. സോ നമ്മളെ സ്വീകരിക്കാൻ വന്നിട്ടുണ്ട്. ബർത്ത്ഡേ ആയിട്ട് എന്താ പരിപാടി ഇവിടെ? എന്താ പോയി മമ്മി എന്താ സ്പെഷ്യൽ ഉണ്ടാക്കി വന്ന ഫുഡ്? ബിരിയാണി. എന്ത് ബിരിയാണി? ഏത് ഹൈദരാബാദിയോ? സാധാ ചിക്കൻ ബിരിയാണി ഗൈസ്. സോ ഇനിയിപ്പോൾ നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം ഗൈസ്. സോ ഇതാണ് നമ്മുടെ കേക്ക് ഫ്രം നവ്യ ബേക്ക് ഷോപ്പ്. മമ്മിയുടെ സ്പെഷ്യൽ. എന്നാൽ പപ്പയുടെ സ്പെഷ്യൽ ഓർഡർ ചെയ്താണ്. മമ്മി പൈസ കൊടുത്തു അതല്ലേ പറഞ്ഞേ. ഇതെന്താ നട്ടിയോ? എന്നിട്ടാണോ ചോക്ലേറ്റിൻ്റെ മതിയോന്ന് ചോദിച്ചേ. ഏതായാലും കുഴപ്പമില്ല, നല്ലത് നോക്കി ഇട്ടോ. ഓക്കെ വാഞ്ചോ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വാഞ്ചോ കുറേ പ്രാവശ്യം വാങ്ങിയിട്ടില്ല, അത് വേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ അവിടെ മതി, അവിടെ വേണ്ട തിരിക്കി. സോ ഗൈസ് ഇതാണ് നമ്മുടെ അടിപൊളി കേക്ക്, ബർത്ത്ഡേ സ്പെഷ്യൽ. Happy birthday to you, happy birthday to you, happy birthday dear Ajax, happy birthday to you. കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയിൽ നമ്മൾ മേടിച്ച ഷർട്ട് വണ്ടിയിലിരിക്കണം. എടുത്തുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പോയി കൊടുക്കാം പ്ലീസ്. എന്താ ഗിഫ്റ്റ് മേടിച്ചോ? കിട്ടട സോ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മളെ അനിയൻ്റെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പോയി ഫുഡ് അടിക്കുന്നത് നമുക്ക് നാളത്തെ വ്ളോഗിൽ കാണിച്ചു തരാം ഗൈസ്. സോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വിഷസ് കമൻറ്റ് ചെയ്യായിട്ട് രേഖപ്പെടുത്തുക. ഇവൻ തിരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും.
സോ ഗൈസ് ഇന്ന് പിന്നെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മൾ വ്ളോഗ് തുടങ്ങിയിട്ട് 1 വർഷം തികയുന്നത് ഇന്നാണ്. കഴിഞ്ഞ ഇവൻ്റെ ബർത്ത്ഡേക്കാണ് നമ്മൾ വ്ളോഗ് ചെയ്ത് തുടങ്ങിയത്. സോ അതിൻ്റെ സ്പെഷ്യൽ വീഡിയോ നമുക്ക് നാളെ ഞാൻ ഇടുന്നതായിരിക്കും. സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നാളെ അടിപൊളി വ്ളോഗ് വരുന്ന എല്ലാവർക്കും